ലോകവ്യാപക പ്രതിഷേധങ്ങൾക്കിടയിലും ഗസ പിടിച്ചെടുക്കാനുള്ള നീക്കവുമായി ഇസ്രായേൽ. സൈനിക വാഹനങ്ങൾ ഗസ സിറ്റിക്ക് അടുത്തുള്ള സബ്രയിൽ എത്തി. ഇതിനിടെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഇസ്രായേൽ സുരക്ഷാമന്ത്രി ബെൻഗവീറിനെ പ്രക്ഷോഭകർ തടഞ്ഞു. 24 മണിക്കൂറിടെ 63 പേർ കൂടി ഗസയിൽ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് UN ഏജൻസിയും ആഗോള പട്ടിണി നിരീക്ഷണ സ്ഥാപനവുമായ IPC ഗസയിലെ ഭക്ഷ്യക്ഷാമത്തിന്റെ ഭീകരത വെളിപ്പെടുത്തിയത്. ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ പട്ടിണിയും മരണവും മുഖാമുഖം കണ്ടുകഴിയുകയാണെന്നും അടിയന്തര സഹായം ഉറപ്പാക്കണമെന്നും IPC ആവശ്യപ്പെട്ടു. ഗസയിലെ മനുഷ്യനിർമ്മിത പട്ടിണി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളെയാണെന്ന് യൂണിസെഫും വ്യക്തമാക്കി. 114 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പട്ടിണി കിടന്ന് മരിച്ചവരുടെ എണ്ണം 281 കടന്നു. ഇതിന് പിന്നാലെ ആഗോള പ്രതിഷേധങ്ങൾക്ക് ചൂടുപിടിച്ചു. ഓസ്ട്രേലിയയിൽ മെൽബണിൽ ഉൾപ്പെടെ 20 നഗരങ്ങളിൽ 10,000 തെരുവിലിറങ്ങി. വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രതിഷേധം ശക്തമാണ്. പക്ഷേ ഇതിനിടയിലും ഗസ സിറ്റി പിടിക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ തുടരുകയാണ്. ഗസ സിറ്റിയുടെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നായ സൈത്തൂൻ പ്രവിശ്യയോട് ചേർന്നുള്ള സബറയിൽ ഇസ്രായേൽ സൈന്യവും കവചിത വാഹനങ്ങളും എത്തി. 10 ലക്ഷത്തിലേറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗസ സിറ്റിയിലേക്ക് കരയുദ്ധം വ്യാപിപ്പിക്കുന്നത് വൻ ആൾനാശത്തിനാകും വഴിയൊരുക്കുക. ബന്ധിമോചനവും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഇസ്രായേലിലെ പ്രതിഷേധങ്ങളും തുടരുകയാണ്. ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻഗൂറിനെയും കുടുംബത്തെയും പ്രക്ഷോഭകർ തടഞ്ഞു. ഭക്ഷണത്തിന് വരിനിന്നവരെ ഉൾപ്പെടെ 63 പേരെ കൂടി ഗസയിൽ ഇസ്രായേൽ കൊന്നു. വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, മീഡിയ 1.